അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 താരിഖുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഓപ്ഷൻസ്: ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹു. 2. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വംശം. ഓപ്ഷൻസ്: ബനു അദിയ്, ബനു തൈം, ബനു മുറ. ചരിത്രം ബനു അദിയ്. 3. ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും വിശാലമാക്കി. ഓപ്ഷൻസ്: ഹിജ്റ 16, ഹിജ്റ 17, ഹിജ്റ 18. ചരിത്രം ഹിജ്റ 17. 4. മുസലിമത്തുൽ കസ്സാബ് നബിയാണെന്ന് വാദിച്ചു. ഓപ്ഷൻസ്: യമാമയിൽ, മദീനയിൽ, ജസീറയിൽ. ചരിത്രം യമാമയിൽ. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറാഖിൽ നിയമിച്ച സൈന്യാധിപൻ. ഓപ്ഷൻസ്: ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അൽ മുസന്ന ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. ചരിത്രം അൽ മുസന്ന ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. അതിൽ ഒന്നാമത്തത് 6. മൂത്തയിൽ വധിക്കപ്പെട്ട സ്വഹാബി. 7. യർമുഖ് കീഴടക്കിയ സർവ്വ സൈന്യാധിപൻ. 8. റോമക്കാരെ വിരട്ടിയോടിച്ച സൈന്യാധിപൻ. 9. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്നു. ഇപ്പുറത്ത് നോക്കൂ: എ. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, ബി. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, സി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഡി. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 6. മൂത്തയിൽ വധിക്കപ്പെട്ട സ്വഹാബി. ചരിത്രം ഡി. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. 7. യർമുഖ് കീഴടക്കിയ സർവ്വ സൈന്യാധിപൻ. ചരിത്രം സി. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. 8. റോമക്കാരെ ഇരട്ടിയോടിച്ച സൈന്യാധിപൻ. ചരിത്രം എ. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. 9. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്നു. ചരിത്രം ബി. സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ചേറുംപടി ചേർക്കുക എന്നതിൽ രണ്ടാമത്തത് 10. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. 11. പൗരസ്ത്യ റോമിന്റെ തലസ്ഥാനം. 12. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനനസ്ഥലം. 13. പ്രവാചകത്വവാദിയായ തുലേഹത്തിനെ പരാജയപ്പെടുത്തിയ സ്ഥലം. ഇപ്പുറത്ത് നോക്കൂ: എ. മക്കത്തുൽ മുക്കറമ, ബി. ബുസാഖ, സി. കോൺസ്റ്റാന്റിനോപ്പിൾ, ഡി. മദായിൻ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 10. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ചരിത്രം ഡി. മദായിൻ. 11. പൗരസ്ത്യ റോമിന്റെ തലസ്ഥാനം. ചരിത്രം സി. കോൺസ്റ്റാന്റിനോപ്പിൾ. 12. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനനസ്ഥലം. ചരിത്രം എ. മക്കത്തുൽ മുക്കറമ. 13. പ്രവാചകത്വവാദിയായ തുലേഹത്തിനെ പരാജയപ്പെടുത്തിയ സ്ഥലം. ചരിത്രം ബി. ബുസാഖ. ഡി, സി, എ, ബി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 14. ഖിലാഫത്തിന്റെ സുവർണകാലം ഏകദേശം ഡാഷ് വർഷമായിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 30. ഖിലാഫത്തിന്റെ സുവർണകാലം ഏകദേശം 30 വർഷമായിരുന്നു. 15. ഹിജ്റ 13 ഡാഷ് മാസം 21-നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ജുമാദുൽ ആഖിറ. ഹിജ്റ 13 ജുമാദുൽ ആഖിറ മാസം 21-നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത്. 16. നുബുവത്തിന്റെ ഡാഷ് വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 6. നുബുവത്തിന്റെ 6-ാം വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. 17. അബൂബക്കർ റളിയല്ലാഹു അൻഹു
അറബ് നാടുകളെ ഡാഷ് സംസ്ഥാനങ്ങളാക്കി തിരിച്ചു. അവരിൽ പൂരിപ്പിക്കേണ്ടത് 11. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറബ് നാടുകളെ 11 സംസ്ഥാനങ്ങളാക്കി തിരിച്ചു. 18. ഒന്നാം ഖലീഫയെ ജനങ്ങൾ വിളിച്ചിരുന്നത് ഡാഷ് റസൂലില്ല എന്നായിരുന്നു. അവരിൽ പൂരിപ്പിക്കേണ്ടത് യാ ഖലീഫത്ത്. ഒന്നാം ഖലീഫയെ ജനങ്ങൾ വിളിച്ചിരുന്നത് യാ ഖലീഫത്ത് റസൂലില്ല എന്നായിരുന്നു. അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 19. തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങിയ പ്രവാചകത്വവാദി. ഉത്തരം തുലൈഹത്ത് ബിൻ ഖുവൈലിദിൽ അസദി. 20. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് വാദിച്ച വിഭാഗം. ഉത്തരം ഷിയ വിഭാഗം. 21. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഹിജ്റ വർഷം. ഉത്തരം ഹിജ്റ 11. 22. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിക്കും ഭർത്താവിനും ഖുർആൻ പഠിപ്പിച്ച സ്വഹാബി. ഉത്തരം ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു. 23. പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കിയ ഖലീഫ. ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഉമർ റളിയല്ലാഹു അൻഹു ഏതൊക്കെ യോഗ്യതയോടെയാണ് വളർന്നു വന്നത്? ഉത്തരം ധൈര്യം, ശൗര്യം, ഭാഷാശുദ്ധി, സാഹിത്യം എന്നീ യോഗ്യതകളോടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു വളർന്നു വന്നത്. 25. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ധനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? ഉത്തരം അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരു ധനവും എനിക്ക് ഉപകരിച്ചിട്ടില്ല. 26. ഷാമിലെ അബ്നയിൽ മുസ്ലിങ്ങളുടെ വിജയം ഏറെ സഹായകമായി. എന്തിന്? ഉത്തരം മുസ്ലിങ്ങളുടെ ശക്തി തെളിയിക്കുന്നതിനും തക്കം പാർത്തിരുന്ന ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതിനും. 21. ഹിജ്റ കൊരിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്ത്? ഉത്തരം ആയുധം ധരിച്ച് കഅബ തവാഫ് നിർവഹിച്ചു. ഖുറൈശി പ്രമുഖരെ തന്നെ നേരിടുന്നതിന് വെല്ലുവിളിച്ചു കൊണ്ടായിരുന്നു പുറപ്പാട്. 28. പ്രവാചകത്വവാദികളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യാനുള്ള കാരണമെന്ത്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ലബ്ധിക്കു ശേഷം തിരുമേനിയുടെ ജീവിതകാലത്തോ അതിനുശേഷമോ ആരെങ്കിലും പ്രവാചകത്വം വാദിച്ചാൽ അവൻ വ്യാജനം വഞ്ചകനുമാണ് എന്നതിനാൽ. 29. ഖവാരിജ് വിഭാഗത്തിന്റെ വാദം എന്തായിരുന്നു? ഉത്തരം അള്ളാഹു അല്ലാത്തവരെ വിധികർത്താക്കളാക്കൾ മഹാപാപമാണെന്നും മഹാപാപം ചെയ്തവർ കാഫിറാണെന്നും അവർ വാദിച്ചു. 30. നഹാവന്തി യുദ്ധത്തിന് ഫത്ഹുൽ ഫുതൂഹ് എന്ന പേര് ലഭിക്കാൻ കാരണമെന്ത്? ഉത്തരം പേർഷ്യക്കാരുടെ ശക്തി തകർന്ന യുദ്ധമായതുകൊണ്ടാണ് നഹാവന്തി യുദ്ധത്തിന് ഫത്ഹുൽ ഫുതൂഹ് എന്ന പേര് ലഭിച്ചത്. 31. മസ്ജിദുൽ ഹറാമിലേക്ക് നടത്തിയ പ്രകടനത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന 2 പ്രമുഖ സ്വഹാബികൾ. ഉത്തരം ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ രോഗവും വസിയ്യത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്ന് ദുഃഖിതനായിത്തീർന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം അനുദിനം ശോഷിച്ചുകൊണ്ടിരുന്നു. ഹിജ്റ 13-ാം വർഷം ജുമാദൽ ആഖിറ 7-ന് അദ്ദേഹം രോഗബാധിതനായി. പനിയായിരുന്നു രോഗം. 15 ദിവസം പനി ബാധിതനായിട്ട് കിടപ്പിലായി. ഉമർ റളിയല്ലാഹു അൻഹുവാണ് പ്രതിനിധിയായി പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചത്. മരണം അടുത്തതായി ബോധ്യപ്പെട്ടപ്പോൾ പ്രമുഖ സ്വഹാബിമാരുമായി കൂടി ആലോചന നടത്തി തൻ്റെ ശേഷമുള്ള ഖലീഫയായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചു. അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകി. ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഇപ്രകാരമുണ്ടായിരുന്നു: ഞാൻ താങ്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ മേൽ ഖലീഫയാക്കിയിരിക്കുന്നു. ഓ ഉമർ, അള്ളാഹുവിന് രാത്രി നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. അത് അവൻ പകലിൽ സ്വീകരിക്കുകയില്ല. അള്ളാഹുവിന് പകൽ നിറവേറ്റേണ്ട ബാധ്യതയുണ്ട്. അത് രാത്രി അവൻ സ്വീകരിക്കുകയില്ല. നിർബന്ധ ബാധ്യത നിറവേറ്റുന്നതുവരെ സുന്നത്ത് കർമ്മം അവൻ സ്വീകരിക്കുകയില്ല. 33. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ.
1. അമീറുൽ മുഅ്മിനീൻ എന്ന പേർ സ്വീകരിച്ചു. 2. എല്ലാ ഉദ്യോഗസ്ഥരും വാഹനത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ലാളിത്യം പാലിക്കണമെന്നും ആവശ്യക്കാരുടെ മുമ്പിൽ തങ്ങളുടെ കവാടങ്ങൾ അടയ്ക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ശിക്ഷയ്ക്ക് അർഹരാകുമെന്നും ഉത്തരവിട്ടു. 3. ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അവന്റെ സ്വത്തുവകകൾ രേഖപ്പെടുത്തുകയും അത് വർദ്ധിച്ചതായി കണ്ടാൽ അയാളെ വിചാരണ ചെയ്യുകയും ശിക്ഷണം നൽകുകയും ചെയ്തു. 4. ഒരു കാര്യം നിരോധിച്ചാൽ സ്വന്തം കുടുംബത്തിന് അത് ആദ്യം ബാധകമാക്കുകയും അവർക്ക് ഇരട്ടി ശിക്ഷ നൽകുകയും ചെയ്തു. 5. ഭക്ഷണം കിട്ടാതെ വരുന്നവർക്ക് വേണ്ടി ദാറു ദഖീഖ് എന്ന ഭക്ഷണശാല ഏർപ്പെടുത്തി. 6. ഹിജ്റ 16 വർഷം ഹിജ്റ കലണ്ടർ നടപ്പിലാക്കി. 7. ഇറാഖ് 2 ഭാഗമാക്കി വിഭജിക്കുകയും ഒന്നാമത്തേതിന്റെ തലസ്ഥാനം കൂഫയും രണ്ടാമത്തേതിന്റെ തലസ്ഥാനം ബസ്രയുമായി നിശ്ചയിച്ചു. 8. ഹിജ്റ 17 വർഷം മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദുൽ നബവിയും വികസിപ്പിച്ചു. 9. മക്ക മദീന റൂട്ടിൽ ദരിദ്രർക്ക് യാത്രാ സന്നാഹങ്ങൾ ഒരുക്കി. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.